പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ കോമ്പിനേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, there are 7 men and 6 women. A committee of 6 members is to be formed. In how many ways can we form the committee? In how many of these committees there will be at least 3 women? So there are 7 men and 6 women. A committee of 6 members is to be formed. അതായത് 7 മെന്നും 6 വിമണും ഉണ്ട്. അതിൽ 6 പേരുള്ള കമ്മിറ്റി ഫോം ചെയ്യണം. അപ്പോൾ അവിടെ 6 പേരുള്ള കമ്മിറ്റി ഫോം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 6 പേരിൽ മെൻ എത്ര വേണം, വിമൺ എത്ര വേണം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി ഫോം ദ കമ്മിറ്റി? എത്ര രീതിയിൽ കമ്മിറ്റി ഫോം ചെയ്യാം? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 6 പേരുള്ള കമ്മിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. മെൻ എത്ര വിമൻ എത്ര ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കേണ്ടതില്ല. ടോട്ടൽ എത്ര പേരുണ്ട് നോക്കുക. ടോട്ടൽ 7 men and 6 women, ടോട്ടൽ 13 persons ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് 6 പേരുള്ള കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. അപ്പോൾ 13 ഉണ്ട്, അതിൽ 6 പേരെ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എത്ര രീതിയിലാണ്? 13C6 ആണ്. there are 13 persons. Total number of ways of forming the committee with 6 members is equal to 13C6. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇൻ ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് there will be at least 3 women. ഇൻ ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ്, ഈ കമ്മിറ്റികളിൽ ഈ 13C6 രീതിയിൽ കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ, ആ കമ്മിറ്റികളിൽ എത്ര എണ്ണത്തിലുമാണ് there will be at least 3 women. at least 3, ഏറ്റവും കുറഞ്ഞത് 3. at least 3 means minimum 3. that means 3യോ അതിൽ കൂടുതലോ അർത്ഥം. വിമൺ 3ഓ അതിലധികമോ വിമൺ ഉണ്ടാവണം. അത് എത്ര കമ്മിറ്റികളിലാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 3ഓ അതിലധികമോ വിമൺ അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ എത്ര രീതിയിൽ ഫോം ചെയ്യാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 വിമൺ, ദറ്റ് മീൻസ് വിമണിൻ്റെ എണ്ണം 3 ആവാം, അല്ലെങ്കിൽ 3യിൽ കൂടുതലാവാം. ദറ്റ് മീൻസ് 3 ആവാം, അതല്ലെങ്കിൽ 4 ആകാം, അതല്ലെങ്കിൽ 5 ആകാം, അതല്ലെങ്കിൽ 6 ആകാം. ഏറ്റവും കൂടുതൽ 6 മെമ്പേഴ്സ് ആ കമ്മിറ്റിയിലുള്ള 6 മെമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ വിമണിൻ്റെ എണ്ണം 3 or 4 or 5 or 6, ഈ 4 രീതിയിൽ ഏതെങ്കിലും രീതിയിലാവാം. അപ്പോൾ ഇതിനാദ്യം പറഞ്ഞ 3 വിമൺ ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 മെമ്പേഴ്സ്. അപ്പോൾ 3 വിമൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കി മെൻ ആയിരിക്കണം. അപ്പോൾ എന്ത് വരാം? 3 men and 3 women എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കുക, ഇഫ് ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 women, we can select the committee in any one of the following ways. അതിൽ ആദ്യത്തെ എന്താ? 3 men and 3 women ആവാം. ഓർ അല്ലെങ്കിലോ വിമൻ്റെ എണ്ണം 4 ആകാം. വിമണിൻ്റെ എണ്ണം 4 ആയാൽ ടോട്ടൽ 6 ആണുള്ളത്, അപ്പോൾ മെന്നിൻ്റെ എണ്ണം 2 ആകും. അപ്പോൾ 2 men and 4 women എന്ന് വരാം. ഇനി അതല്ലെങ്കിൽ 5 women ആവാം. അപ്പോഴോ ടോട്ടൽ 6 അല്ലേ, അപ്പോൾ 1 man and 5 women വരാം. ഓർ 6 വിമൺ ആവാം. അറ്റ്ലീസ്റ്റ് 3 വിമൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മെൻ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 6 വിമൺ ആകാം. അപ്പോൾ ഈ പറഞ്ഞ 4 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കമ്മിറ്റി ഫോം ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഒന്നുകിൽ ആദ്യം പറഞ്ഞ രീതിയിൽ 3 men and 3 women, ഓർ രണ്ടാമത്തെ രീതി 2 men and 4 women, ഓർ 1 man and 5 women, ഓർ 6 women. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോന്നും എത്ര രീതിയിൽ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞ 3 men and 3 women മെമ്പേഴ്സ് ആയിട്ടുള്ള കമ്മിറ്റികൾ എത്ര രീതിയിൽ ഫോം ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കണം. ദെൻ അടുത്ത 2 men and 4 women ഉള്ള കമ്മിറ്റി എത്ര രീതിയിൽ പറ്റും? ദെൻ 1 man and 5 women ഉള്ള കമ്മിറ്റി എത്ര രീതിയിൽ പറ്റും? ദെൻ 6 women ഉള്ള കമ്മിറ്റി എത്ര രീതിയിൽ പറ്റും? ഈ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് വേസ് കണ്ടുപിടിച്ചിട്ട് ഈ നമ്പർ ഓഫ് വേസ് എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. കാരണം ഒന്നുകിൽ ആദ്യം പറഞ്ഞത്, ഓർ രണ്ടാമത് പറഞ്ഞത്, അല്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞ രീതി, അല്ലെങ്കിൽ നാലാമത് പറഞ്ഞ രീതി, ഓരോന്നിൻ്റെ നമ്പർ ഓഫ് വേസ് കണ്ടിട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. കാരണം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ ഇവിടെ വരുന്നില്ല. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വരുന്ന 2 കാര്യം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്. ഇതങ്ങനല്ല, ഓറാണ്. ഓർ വരുമ്പോഴെല്ലാം അഡീഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിൽ എടുക്കാം. ആദ്യത്തെ 3 men and 3 women, അത് ആ കേസ് നമുക്കൊന്ന് നോക്കാം. 3 men and 3 women എന്ന് പറയുമ്പോൾ എത്ര മെന്നും എത്ര വിമണും ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം. എത്ര മെന്നുണ്ട്? ക്വസ്റ്റ്യൻ നോക്കിയേ, there are 7 men and 6 women. 7 men and 6 women ആണുള്ളത്. അപ്പോൾ 7 men and 6 womenൽ നിന്നാണ് 3 men and 3 women ഉള്ള കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. എന്ന് പറയുമ്പോൾ 7 menൽ നിന്ന് 3 മെന്നും 6 womenൽ നിന്ന് 3 womenുമാണ് കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ 7 menൽ നിന്ന് 3 men, അത് എത്ര രീതിയിലാണ് പറ്റുക? 7C3 രീതിയിൽ പറ്റും.
6 വിമണിൽ നിന്ന് 3 വിമൺ, അത് എത്ര രീതിയിൽ പറ്റും? 6C3 രീതിയിൽ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോഴോ 3 men ആൻഡ് 3 വിമൺ ആകുമ്പോഴോ അത് 7C3 ഇൻറ്റു 6C3. അപ്പോൾ ആദ്യത്തെ കേസ് കിട്ടി. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ദ കമ്മിറ്റി വിത്ത് 3 men ആൻഡ് 3 വിമൺ ഈസ് ഈക്വൽ ടു 7C3 ഇൻറ്റു 6C3. അത് കണ്ടുപിടിക്കുന്നത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. 7C3യും 6C3യും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് 700 എന്ന ആൻസർ കിട്ടുന്നു. അടുത്ത കേസ് 2 men ആൻഡ് 4 വിമൺ. ഇതുപോലെ ആലോചിക്കുക. 7 men നിന്ന് 2 men അവൻ 7C2, 6 വിമണിൽ നിന്ന് 4 വിമൺ അപ്പോൾ 6C4. അപ്പോൾ 2 men ആൻഡ് 4 വിമൺ ആകുമ്പോൾ 7C2 ഇൻറ്റു 6C4 ഉണ്ടോ. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ദ കമ്മിറ്റി വിത്ത് 2 men ആൻഡ് 4 വിമൺ ഈക്വൽ ടു 7C2 ഇൻറ്റു 6C4. അതും കണ്ടുപിടിച്ചു. 315 എന്ന് കിട്ടി. മൂന്നാമത്തത് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ദ കമ്മിറ്റി വിത്ത് 1 man ആൻഡ് 5 വിമൺ. 1 man ഫ്രം 7 men ആണ്, അത് 7C1 രീതിയിൽ പറ്റും. 5 വിമൺ ഫ്രം 6 വിമൺ ആണ്, അത് 6C5 രീതിയിൽ പറ്റും. അപ്പോൾ 1 man ആൻഡ് 5 വിമൺ ആകുമ്പോൾ 7C1 ഇൻറ്റു 6C5. 7C1 NC1 N ആണ്, അപ്പോൾ 7C1 7 ആണ്. ഈ 6C5 നമ്മൾ നേരത്തെ ഒരു ഫോർമുല ഉണ്ടല്ലോ, NCR ഈക്വൽ ടു NCN മൈനസ് R. അതുപയോഗിച്ചാൽ 6C5ന് 6C6 മൈനസ് 5 എന്ന് എഴുതാം. 6 മൈനസ് 5 1 ആണ്, അപ്പോൾ 6C1 എന്ന് എഴുതാം. വീണ്ടും NC1 N ആണ്, അപ്പോൾ 6C1 6 ആണ്, അപ്പോൾ 7 ഇൻറ്റു 6 42 എന്ന് കിട്ടി. ഏറ്റവും അവസാനമായിട്ട് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ദ കമ്മിറ്റി വിത്ത് 6 വിമൺ. 6 വിമൺ ഉള്ള കമ്മിറ്റി, ആകെ 6 വിമൺ ആണുള്ളത്, അത് 6 വിമൺ ഉള്ള കമ്മിറ്റി ഫോം ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മാൻ ഇല്ല. അപ്പോൾ എത്ര രീതിയിലാണ് പറ്റുക? 6C6. 6 വിമണിൽ നിന്ന് 6 വിമൺ, അത് 6C6. NCN ഈക്വൽ ടു 1 ആണ്, അപ്പോൾ 6C6 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഓരോന്നിനും നമ്പർ ഓഫ് വേസ് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെയാ? 3 men ആൻഡ് 3 വിമൺ ഉള്ള കമ്മിറ്റി 700 വേസിൽ പറ്റും. 2 men ആൻഡ് 4 വിമൺ ഉള്ള കമ്മിറ്റി 350 വേസിൽ പറ്റും. 1 man ആൻഡ് 5 വിമൺ ഉള്ള കമ്മിറ്റി 42 രീതിയിൽ പറ്റും. 6 വിമൺ ഉള്ള കമ്മിറ്റി 1 രീതിയിൽ പറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഫോമിംഗ് ദ കമ്മിറ്റി കിട്ടാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 700 പ്ലസ് 315 പ്ലസ് 42 പ്ലസ് 1 ഇറ്റ് ഈസ് 1058. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 girls ആൻഡ് 7 boys. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 5 members ബി സെലക്ടഡ്? എത്ര രീതിയിൽ 5 പേരുള്ള സെലക്ട് ചെയ്യാം? ഇവിടെ ടോട്ടൽ സെലക്ഷൻ ചോദിച്ചിട്ടില്ല നേരത്തെ പോലെ. In how many ways can a team of 5 members be selected if the team has 3 പാർട്ടുകളായിട്ടാണ്. അതിൽ എ പാർട്ട് നോ ഗേൾ, ബി പാർട്ട് അറ്റ്ലീസ്റ്റ് 1 boy ആൻഡ് 1 girl, സി പാർട്ട് അറ്റ്ലീസ്റ്റ് 3 girls. ഇതിൽ നോ ഗേൾ എന്ന് പറയുമ്പോൾ 4 girlsഉം 7 boysഉം അതിൽ നിന്ന് 5 പേരുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. അതിൽ നോ ഗേൾ ഷുഡ് ബി കമ്മിറ്റി അല്ല, ടീം ഉണ്ടാക്കണം. ഒരു നോ ഗേൾ ഷുഡ് ബി മെമ്പർ ഓഫ് ദാറ്റ് ടീം. ദാറ്റ് മീൻസ് ആ ടീമിൽ ഗേൾസ് ഒന്നും ഇല്ല. ഗേൾസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ 5 boys ആണ് എന്ന് അർത്ഥം. അപ്പോൾ എത്ര ബോയ്സ് ചെയ്യുന്ന? 7 boys ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേസ് 7C5 ആണ്. ടീമിൽ നോ ഗേൾ എന്നാണ് പറഞ്ഞത്. ടീമിൽ 5 മെമ്പർ ഉണ്ടാവണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നോ ഗേൾ മീൻസ് 5 boys ആവണം. ബോയ്സ് ആകെ എത്രയുണ്ട്? 7 ഉണ്ട്. അപ്പോൾ 7 boysൽ നിന്ന് 5 boysന് എടുക്കണം. അത് 7C5 ആണ്. അത് ചെയ്യാവുന്ന. ബി പാർട്ട് അറ്റ്ലീസ്റ്റ് 1 boy ആൻഡ് 1 girl എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞതൊരു ബോയും ഒരു ഗേളും ഉണ്ടാവണമെന്ന്. അറ്റ്ലീസ്റ്റ് 1 boy ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 1 boy ദറ്റ് മീൻസ് ഗേളും ഉണ്ടാവണം. ദറ്റ് ഈസ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും 2 പേരുടെയും എണ്ണം കുറഞ്ഞത് 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 1 അതിൽ കൂടുതലോ ആയിരിക്കണം. അങ്ങനെ 5 പേരുള്ള ടീം ഫോം ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പറ്റും നമുക്ക് നോക്കാം. 4 girls 7 boys 5 ആണ് ഉള്ള അല്ലേ? 4 girlsഉം 7 boys ഏതൊക്കെ രീതിയിൽ പറ്റും? മിനിമം ഒരു ഗേൾ ഒരു ബോയ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 girl ആൻഡ് 4 boy ആകാം. അത് നോക്കിയേ, 4 boys ആൻഡ് 7 girls അവിടെ നിന്നാണ് 1 girl ആൻഡ് 4 boy. അപ്പോൾ 4 girls നിന്ന് 1 girl 4C1 രീതിയിലും 7 boys നിന്ന് 4 boys 7C4 രീതിയിലും. അപ്പോൾ 1 girl ആൻഡ് 4 boy ആകുമ്പോൾ 4C1 ഇൻറ്റു 7C4. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ? 2 girlsഉം 3 boysഉം ആകാം. ടോട്ടൽ 5 വരണം. അതും ഇതുപോലെ കണ്ടുപിടിക്കാം. അടുത്ത 3 girlsഉം 2 boysഉം ആകാം. അതും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അടുത്തതോ 4 girlsഉം 1 boyയും ആകാം. അതും നമുക്കിതുപോലെ കണ്ടുപിടിക്കാം. 5 girls എന്നൊരു ഓപ്ഷൻ വരില്ല. കാരണം 5 girls വന്നാൽ പിന്നെ നോ ബോയ് ആവും. പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് 1 boyയും അറ്റ്ലീസ്റ്റ് 1 girlഉം ഉണ്ടാവണം. അപ്പോൾ 5 girls എന്നുള്ളത് പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ 5 girls ഇല്ല, 4 girlsേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ 5 girlsനെ സെലക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 girl ആൻഡ് 4 boy പറഞ്ഞു. ഇവിടെ നോ ഗേൾ 5 boy എന്നൊരു ഓപ്ഷൻ പറ്റില്ല. കാരണം അറ്റ്ലീസ്റ്റ് 1 girl ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടും.
എന്നാൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 ഗേൾസാണ്. മിനിമം 3 ഗേൾ ഉണ്ടാവണം. മിനിമം 3 ഗേൾ ആകുമ്പോൾ എന്തൊക്കെ വരും? ടോട്ടൽ 5 ആണ്. അപ്പോൾ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് വരാം, അല്ലെങ്കിൽ 4 ഗേൾസ് ആൻഡ് 1 ബോയ് വരാം. ഇതേ ഉള്ളൂ പോസിബിലിറ്റി. 5 ഗേൾസ് വരത്തില്ല, കാരണം 5 ഗേൾസ് വരാൻ 5 ഗേൾസ് അവിടെ ഇല്ല. ഇനി ഉണ്ടായിരുന്നെങ്കിലും വരത്തില്ല, കാരണം 5 ഗേൾസ് വന്നാൽ പിന്നെ ബോയ്സ് ഉണ്ടാവില്ലല്ലോ. ആകെ 5 പേരല്ലേ പാടുള്ളൂ. അപ്പോൾ 5 ഗേൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബോയ് ഉണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ബോയുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പക്ഷേ 5 ഗേൾസ് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഗേൾസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാവാം? 3 ഗേൾസ് ആൻഡ് 2 ബോയ്സും ആകാം, പിന്നെ 4 ഗേൾസ് ആൻഡ് 1 ബോയും ആകാം. 2 പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ നമുക്ക് എടുക്കാം. ടോട്ടൽ 4 ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ട്. അതിൽ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ആകുമ്പോൾ 4C3 × 7C2 എന്ന് വരും. അതുപോലെ 4 ഗേൾ ആൻഡ് 1 ബോയ് ആകുമ്പോൾ 4C1 × 7C1 വരും. നമ്പർ ഓഫ് വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലത്തെ ഒരു ചോദ്യമാണ് അടുത്തത്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട്, ഞാനിതിപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഹിൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങളിതൊരു ഹോംവർക്കായിട്ട് ചെയ്യണം. ആ സ്റ്റെപ്സൊക്കെ എഴുതി, എക്സ്പ്ലനേഷനൊക്കെ എഴുതി ചെയ്യേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ എ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 12 ക്വസ്റ്റ്യൻസ് ഡിവൈഡഡ് ഇൻ 2 പാർട്സ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കണ്ടെയ്നിങ് 5 and 7 ക്വസ്റ്റ്യൻസ് ഈച്ച്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 12 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഡിവൈഡഡ് ഇൻ 2 പാർട്സ്, പാർട്ട് 1 and 2 കണ്ടെയ്നിങ് 5 and 7 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 5 ക്വസ്റ്റ്യൻസും പാർട്ട് 2 7 ക്വസ്റ്റ്യൻസും ഉണ്ട്. അങ്ങനെ ആകെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ സ്റ്റുഡൻറ് ഈസ് റിക്വയർഡ് ടു ആൻസർ 8 ക്വസ്റ്റ്യൻ. ഒരു സ്റ്റുഡൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് ഇരിക്കുന്നത് എന്താണ്? 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. ബൈ ചൂസിങ് അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് പാർട്ട്. ഓരോ പാർട്ടിൽ നിന്നും മിനിമം 3 ക്വസ്റ്റ്യൻ എടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ പാർട്ട് 1 നിന്നും 3 എടുത്തിരിക്കണം, പാർട്ട് 2 നിന്നും 3 എടുത്തിരിക്കണം. 3 കൂടുതൽ എടുക്കാം, പക്ഷെ 3 കുറയാൻ പാടില്ല. മിനിമം 3 ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി വേസ് ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി സെലക്റ്റഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 5 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 7 ക്വസ്റ്റ്യൻസ് പാർട്ട് 2. ഒരു സ്റ്റുഡൻറ്റ് ആൻസർ ചെയ്യേണ്ടത് 8 ക്വസ്റ്റ്യൻ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു സെക്ഷനിൽ നിന്ന് മിനിമം 3 എടുത്തിരിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ പറ്റും? നമുക്ക് പാർട്ട് 1 3 ക്വസ്റ്റ്യനും പാർട്ട് 2 5 ക്വസ്റ്റ്യനും എഴുതാം. അപ്പോൾ 8 ക്വസ്റ്റ്യൻ ആവുമല്ലോ. ഓർ പാർട്ട് 1 4 പാർട്ട് 2 4 എഴുതാം, അപ്പോഴും 8 ആകും. ഓർ പാർട്ട് 1 5 പാർട്ട് 2 3 എഴുതാം, അപ്പോഴും 8 ആവും. പക്ഷേ പാർട്ട് 1 6 എഴുതാൻ പറ്റില്ല, കാരണം 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവൂ. പാർട്ട് 1 6 എഴുതിയാൽ പാർട്ട് 2 2 എഴുതാൻ പറ്റൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ പാർട്ടിൽ നിന്നും മിനിമം 3 ക്വസ്റ്റ്യൻ എടുത്തിരിക്കണം എന്ന്. അപ്പോൾ 6 2 പറ്റില്ല, 7 1 ഇതൊന്നും പറ്റില്ല. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോന്നിനും നമ്പർ ഓഫ് വൈസ് ആദ്യം പറഞ്ഞതാ. പാർട്ട് 1 3 പാർട്ട് 2 5. പാർട്ട് 1 5 ക്വസ്റ്റ്യനും പാർട്ട് 2 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ പാർട്ട് 1 5 മൂന്ന് സെലക്ട് ചെയ്യണം, പാർട്ട് 2 7 5 സെലക്ട് ചെയ്യണം. എന്ത് വരും? 5C3 × 7C5. ഇതുപോലെ രണ്ടാമത്തെ കേസ് 2 പാർട്ട് ഇത് 5 ചെയ്ത്, അപ്പോൾ 5C4 × 7C4. അവസാനത്തെ പാർട്ട് 5 ക്വസ്റ്റ്യൻ പാർട്ട് 1 3 ക്വസ്റ്റ്യൻ പാർട്ട് 2 അത് 5C5 × 7C3. ദെൻ ഇതിൻ്റെ നമ്പർ ഓഫ് വൈസ് ആഡ് ചെയ്താൽ മതി. ഇത് ഹോംവർക്കായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരല്പം ചിന്തിക്കാനുള്ള അല്പം രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ ക്ലാസ് ഓഫ് 25 സ്റ്റുഡൻസ് 10 സ്റ്റുഡൻസ് ആർ ടു ബി സെലക്ടഡ് ഫോർ ആൻ എക്സ്കർഷൻ. 25 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ നിന്ന് 10 പേരെ ഒരു എക്സ്കർഷനായിട്ട് കൊണ്ടുപോകണം. 25 പേരുണ്ട്, 10 പേരെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര രീതിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കാനല്ല, അപ്പോഴേ പറയാം 25C10. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്ന സെൻറ്റൻസ് വായിക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? there are 3 students who decide that either all of them will join or none of them will join the excursion. എന്ന് 3 പേര് എന്താ പറഞ്ഞ? there are 3 students who decide that. 3 കുട്ടികൾ അവരിത്തിരി പ്രശ്നക്കാരാണ്. അവരെന്ത് പറഞ്ഞു? either all of them will join or none of them will join. ഒന്നുകിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വരും, അല്ലെങ്കിലോ ഞങ്ങൾ 3 പേരും വരില്ല. അല്ലാതെ ഞങ്ങൾ ഒരാളിനെ മാത്രമോ അല്ല 2 ആളിനെ മാത്രമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വരും. അതാണ് all of them will join. ഇല്ലെങ്കിലോ ഞങ്ങൾ ആരും വരില്ല, or none of them will join. in how many ways the students can be selected. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ ആലോചിക്കണം. ആകെ 25 പേരുണ്ട്, അതിൽ 10 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 3 പേരാണെന്ന് പറഞ്ഞത്. ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് വരും, ഇല്ലെങ്കിൽ വരില്ല. ഇവിടെ നോക്കാം. ടോട്ടൽ 25 സ്റ്റുഡൻസ്, സെലക്ട് ചെയ്യേണ്ടത് 10 സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ
3 സ്റ്റുഡൻസ് പറഞ്ഞു ഒന്നുകിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരും, അല്ലെങ്കിൽ ഞങ്ങൾ ആരും വരില്ല. അപ്പോൾ അവിടെ 2 തീരുമാനങ്ങൾ എടുക്കാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരുമെന്നല്ലേ പറഞ്ഞത്, ശരി എങ്കിൽ നിങ്ങളെല്ലാവരും ഇനി പോരെ, നിങ്ങൾ 3 പേരും വന്നോളൂ എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചാൽ നിങ്ങൾ ആരും വരേണ്ടതില്ല എന്നും തീരുമാനിക്കാം. അപ്പോൾ ആ 2 കേസ് നമുക്ക് പരിഗണിക്കാം. ഈ 2 കേസും പരിഗണിച്ചിട്ട് അതിൽ ഓരോന്നിൻ്റെ നമ്പർ ഓഫ് ഫേസ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി. കാരണം ഒന്നുകിൽ 3 പേരും വരുന്നു, അല്ലെങ്കിൽ 3 പേരും വരുന്നില്ല, ഓറാണ്. അപ്പോൾ 2 ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ചിന്തിക്കാം. ആദ്യം പറഞ്ഞ കേസ് 3 സ്റ്റുഡൻസ് സെലക്റ്റഡ്. അപ്പോൾ 25-ൽ നിന്ന് 10 പേരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 പേരാണ് പറഞ്ഞത് ഒന്നുകിൽ ഞങ്ങൾ എല്ലാവരും വരും, അല്ലെങ്കിൽ ഞങ്ങൾ ആരും വരില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ അവരോട് പറയാം ശരി എങ്കിൽ പിന്നെ നിങ്ങൾ 3 പേരും വന്നേരെ. ദാറ്റ് മീൻസ് അവരെ 3 പേരെയും സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി 10 പേരെ സെലക്ട് ചെയ്യേണ്ടതില്ല, കാരണം 3 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പോൾ 7 പേരെ സെലക്ട് ചെയ്താൽ മതി. എത്ര പേരിൽ നിന്നാ? 25 പേരുള്ളതിൽ 3 പേരെ സെലക്ട് ചെയ്തല്ലോ, ബാക്കി 22 പേരേ ഉള്ളൂ. ആ 22-ൽ നിന്നാണ് 7 സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴാണ്? 3 സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 10 സെലക്ട് ചെയ്യേണ്ടത് 3 കുറഞ്ഞു 7ആയി, 25 കുറഞ്ഞ് 22ആയി. അപ്പോൾ 22-ൽ നിന്ന് 7 പേരെ സെലക്ട് ചെയ്യണം. അത് 22C7 രീതിയിൽ സെലക്ട് ചെയ്യാം. 22C7 രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത കേസ് 3 സ്റ്റുഡൻസ് നോട്ട് സെലക്റ്റഡ് ആണ്, അവരെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോഴോ? സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തേ പറ്റൂ. കാരണം ആരെയും സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. 3 പേര് ഒരു either all of them will join or none of them will join എന്നാണ് പറഞ്ഞത്. അപ്പോൾ none of them will join എന്ന കേസ് പരിഗണിക്കുകയാണെങ്കിൽ എന്താണ്? ബാക്കി 10 പേരെയും സെലക്ട് ചെയ്യണം. എത്ര പേരിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? ഈ 3 പേരെ നമ്മൾ ഒഴിവാക്കുകയല്ലേ? 3 സ്റ്റുഡൻസ് നോട്ട് സെലക്റ്റഡ് ആണ്, ഒഴിവാക്കുകയല്ലേ? അപ്പോൾ ബാക്കി 22 പേരേ ഉള്ളൂ. ആ 22-ൽ നിന്ന് 10 സെലക്ട് ചെയ്യണം. അത് എത്ര പറ്റും? 22C10. അപ്പോൾ ഒന്നുകൂടെ പറയാം, 25-ൽ നിന്ന് 10 സെലക്ട് ചെയ്യേണ്ടത്. അവിടെ കണ്ടീഷൻ പറഞ്ഞത് ഒന്നുകിൽ all of them will join or none of them will join എന്നാണ്. ഇതിൽ all of them, the 3 സ്റ്റുഡൻസ് ആണ്. അതിൽ all 3 will join or none of the 3 will join. ഇതിൽ എല്ലാവരും ജോയിൻ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്, ആ 3 പേരെയും കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ആ 3 പേരെ അങ്ങ് സെലക്ട് ചെയ്തു. ബാക്കിയുള്ള 7 പേരെ സെലക്ട് ചെയ്താൽ മതി. എത്ര പേരിൽ നിന്ന്? ബാക്കി 25-ൽ 3 പേരെ എടുത്തല്ലോ, പിന്നെ 22 പേര് അവിടെ ഉള്ളല്ലോ. ആ 22-ൽ നിന്ന് 7 സെലക്ട് ചെയ്താൽ മതി. അത് 22C7 രീതിയിൽ പറ്റും. ഇനി നൺ ഓഫ് ദം വിൽ ജോയിൻ എന്നാണെങ്കിൽ, ആരെയും കൊണ്ടുപോകുന്നില്ല എന്നാണെങ്കിലോ? കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ച് 3 പേരെയും കളഞ്ഞു, അവരെ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ബാക്കി 22 പേരുണ്ട്. അതിൽ നിന്ന് എത്ര പേര് എടുക്കണം? 10 പേരെ എടുക്കണം. ആരെയും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ 10 പേരെ എടുക്കണം. അതിപ്പോൾ 22-ൽ നിന്ന് 10 എടുക്കണം. അത് 22C10 രീതിയിൽ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ 3 സ്റ്റുഡൻസ് സെലക്റ്റഡ് ഓർ 3 സ്റ്റുഡൻസ് നോട്ട് സെലക്റ്റഡ്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ കാണാൻ ഓർ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. Therefore number of ways of selection എന്ന് പറയുന്നത് 22C7 plus 22C10. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, if 3 students are selected then we have to select 7 students from 22 students. Number of ways of selection is equal to 22C7. If 3 students not selected then we have to select 10 students from 22 students. Number of ways of selection is equal to 22C10. Total number of selection is equal to 22C7 plus 22C10. അപ്പോൾ ഈ പ്രോബ്ലത്തിലൊക്കെ ഈ 22C7 വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട, ചിലപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞേക്കാം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞേക്കാം. കാരണം ഇത് അല്പം ബുദ്ധിമുട്ടാണ്. 22-ൽ തുടങ്ങി 10 ഫാക്ടറൊക്കെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി വാല്യൂ കാണേണ്ടതില്ല എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടിരുന്നാൽ മതി, 22C7 plus 22C10. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറച്ച് പ്രോബ്ലങ്ങൾ കൂടിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.